അഭിമാനകരമായ ഒരു യോജിപ്പിന് സാധ്യത ഉണ്ടായിരുന്നിരിക്കെ അതിന് സമാന്തരമായി സൃഷ്ടിച്ച ഒരു അസോസിയേഷൻ സഭയെന്ന പേര് നൽകപ്പെട്ട് നടത്തിക്കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ ഒരടി പോലും സാധ്യതയില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ മുട്ടുമേൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിന് എന്തെല്ലാം പേര് പറഞ്ഞാലും ആ പേരുകളൊന്നും വാസ്തവത്തിൽ വില പോകുന്നതല്ല. പരിശുദ്ധ അന്ത്യോഖ്യ സിംഹാസനത്തോടുള്ള വിധേയത്വത്തിലാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് വാദഗതി. അങ്ങനെയാണ് എങ്കിൽ പരിശുദ്ധ അന്ത്യോഖ്യ പാത്രിയർക്കീസ് 1997 ഫെബ്രുവരി മാസം 26-ാം തീയതി അയച്ച ഒരു കൽപ്പന, അതിൻ്റെ അവസാന ഭാഗം ഞാൻ വായിക്കുകയാണ്. We direct you to take immediate steps in order to execute the directions of the Episcopal Synod of the Jacobite faction and the Managing Committee, and inform us before March 10th, 1997 by fax, a number കൊടുത്തിട്ടുണ്ട്, to establish to the procedures to be taken by us for peace and unity in our church there. ഇത് 97-ൽ അന്ത്യോഖ്യ പാത്രിയർക്കീസ് അയച്ച കൽപ്പനയുടെ അവസാന ഭാഗമാണ്. പാത്രിയർക്കീസിനെ ആദരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഏതെങ്കിലും വിധത്തിൽ ഒരല്പമെങ്കിലും ആത്മാർത്ഥതയുള്ളവരാണ് എങ്കിൽ ഈ കൽപ്പന പണ്ടേ നടപ്പാക്കിയിട്ട് ഈ സഭയിൽ സമാധാനം ഉണ്ടാക്കേണ്ടിയിരുന്നതാണ്. വാസ്തവത്തിൽ താല്പര്യം ഇത്രയേ ഉള്ളൂ. ആരും ചോദിക്കാതെ കാശ് പിരിക്കണം, ആരും ചോദിക്കാതെ കണക്കെഴുതണം, ആരും ചോദിക്കാതെ ബാലൻസും കൊടുക്കണം. 16 വർഷം ഒരു സഭയെ നടത്തിയിട്ട് 3600 രൂപ മാത്രം ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യൻ അതിൽ കൂടുതൽ കാശുണ്ടാവും. വലിയ സമൂഹമാണ് എന്നാണ് വൈപ്പ്. പക്ഷേ ഈ സമൂഹത്തെ ഒരു തടങ്കലിൽ വച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ്.